തത്സമയം കെ സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. KSRTC-കാരുടെ പെൻഷൻ്റെ കാര്യം ഇപ്പോൾ പറയുമ്പോഴായിരിക്കും അധികം പേർക്കും മനസ്സിലാവുന്നത്. വലിയ പെൻഷനൊക്കെ കിട്ടുന്ന ആളാണ് എന്ന് പലരും കരുതും. പക്ഷെ കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ഒരു മാസം പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പണം എത്രത്തോളമാണ് എന്നത് നമ്മൾക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇക്കാര്യത്തിൽ ഈ സർക്കാർ പലതും ചെയ്യും. ഇക്കാര്യത്തിൽ മാത്രമല്ല, പലതും ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷ തെറ്റിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ പെൻഷൻ വാങ്ങുന്നവരുടെ കാര്യത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കും എന്ന് വാക്ക് കൊടുത്തയാൾ ആ വാക്ക് പാലിക്കുകയും വേണം, അല്ലേ? അതെ, തീർച്ചയായിട്ടും മോത്തി. കാരണം 2011 കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വരുമാനം, അത് ഇപ്പോൾ അതിൻ്റെ അന്നത്തെ ഒരു 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ വിലയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അതാണ് ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം. അന്ന് ജീവിച്ചതുപോലെ അവർക്ക് ഏതായാലും ഈ പണം കൊണ്ട് ഇപ്പോൾ ജീവിക്കുന്നത് സാധ്യമല്ല. ഒപ്പം തന്നെ ഈ മന്ത്രിയെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കഴിഞ്ഞ 2 സർക്കാരുകളുടെ, പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത് ഈ KSRTC-കാർക്ക് വേണ്ടി, പെൻഷൻകാർക്ക് വേണ്ടിയെല്ലാം ഘോരം വാദിച്ച ആൾക്കാർ, അവർക്ക് വേണ്ടി സമരരംഗത്തൊക്കെ നിന്ന ആളുകളാണ്. ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ടും മന്ത്രിയുടെ ആ ഒരു അനുഭാവപൂർണമായ മറുപടി ഇല്ല എന്നുള്ളതാണ് പെൻഷനേഴ്സ് ഫോറത്തെ ഇത്രയധികം വിഷമത്തിലാക്കിയിരിക്കുന്നത്. കാരണം 2011 പെൻഷൻ പരിഷ്കരിക്കുന്നു, അതിനുശേഷം ശമ്പള പരിഷ്കരണം നടന്നു. സാധാരണ സർക്കാർ വകുപ്പുകളിൽ ശമ്പള പരിഷ്കരണത്തിന് ഒപ്പം പെൻഷൻ പരിഷ്കരണവും നടത്താറുണ്ട്. 2022 ശമ്പള പരിഷ്കരണം നടത്തുമ്പോൾ അവിടെ പെൻഷൻ പരിഷ്കരണം ഉണ്ടായില്ല. അപ്പോൾ 1300, 1500, 3000, 5000 ഒക്കെയാണ് പല തട്ടിലാണ് പെൻഷൻ ഉള്ളത്. അത് തന്നെ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ KSRTC ഒന്നും മൊത്തത്തിൽ അങ്ങ് ലാഭത്തിലായതിനു ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയൊരു സർവീസ് മേഖലയാണ്. സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാതെ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ പണം കണ്ടെത്തുന്നതിനെ ചൊല്ലിയോ അല്ലെങ്കിൽ അതൊക്കെ ന്യായീകരണങ്ങളായി പറഞ്ഞാലും നിലനിൽക്കില്ല. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, പ്രിയദർശിനി സർവീസിന് വേണ്ടി മാസം തോറും 100 കോടി രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് KSRTC ഓടി ലാഭത്തിലായതിനു ശേഷമല്ല ആ ഒരു ബാധ്യത വീട്ടുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഈ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണം അത് നടത്തുക എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പലരും രോഗികളാണ്. ഈ പെൻഷൻ കിട്ടുന്ന തുച്ഛമായ തുക പലരും ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയാണ്. അതിനൊക്കെ വേണ്ടിയാണ് ഈ പെൻഷൻ പരിഷ്കരണം ഇവർ ചോദിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ അനുഭാവപൂർണമായ നിലപാട് ഉണ്ടായേ തീരും. തീർച്ചയായിട്ടും. വിവരങ്ങൾ നൽകിയത് കെ സ്റ്റെഫിനാണ്. അനുഭാവപൂർണ്ണ